അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാന നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2003-2004 സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിക്കണം. നിലവിലുള്ളവർക്കും പുതിയ വോട്ടർമാർക്കും നിർദ്ദേശം ബാധകം. ഏതു നിലയ്ക്കാണ് പൗരത്വം ലഭിച്ചതെന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതു രീതിയിലുള്ള സുപ്രധാന നീക്കവുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നത്? രോഹിണി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഏറ്റവും വലിയ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും വരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സുപ്രധാന നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. 2003-2004 സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ളവർക്കും പുതിയ വോട്ടർമാർക്കും നിർദ്ദേശം ബാധകമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നുണ്ട്. ഏത് നിലയ്ക്കാണ് പൗരത്വം ലഭിച്ചത് എന്ന് ബോധ്യപ്പെടുത്തണം. അതായത് ജന്മം കൊണ്ട് പൗരത്വം കിട്ടിയതാണോ, രജിസ്ട്രേഷൻ വഴിയാണോ, വഴിയാണോ, ഈ മൂന്നിൽ ഏത് വഴിയാണ് പൗരത്വം കിട്ടിയത് എന്ന് ബോധ്യപ്പെടുത്തണം. ഈ വർഷം ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ തീരുമാനം പിന്നീടുണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. 2003 ബീഹാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഇത് ബാധകമല്ല. പക്ഷേ അതിനുശേഷമുള്ള മുഴുവൻ പേരും 18 വയസ്സ് തങ്ങൾക്ക് തികഞ്ഞു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തണം. മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരാണെന്ന് ബോധ്യപ്പെടുത്തണം. പൗരത്വ വിവരങ്ങൾ അതോടൊപ്പം അംഗീകരിച്ച ഏതെങ്കിലും 11 രേഖകളിൽ 1 എന്നിവ ഹാജരാക്കുകയും വേണം എന്നാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് രാജ്യം അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഈ അനധികൃത കുടിയേറ്റവും. അവർക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ, ബംഗാളിലൊക്കെ അത് ഭീകരമാം വിധം നമുക്ക് കാണാൻ സാധിക്കും, അസമിലുമൊക്കെ അവിടെ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് പല രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടിക്കൊടുക്കുകയും വോട്ടുറപ്പിക്കുകയും ചെയ്യുന്ന രീതി കാണുന്നുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായ നടപടി ആരംഭിച്ചിരിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ അത് നിലവിൽ വരികയാണ്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.